കൊല്ലം അഞ്ചൽ ഏരൂരിൽ ഗൃഹനാഥൻ കുടുംബ വഴക്കിനെ തുടർന്ന് ഗ്യാസ് കുറ്റി തുറന്നുവിട്ട് തീ കൊളുത്തിയ ശേഷം വീടിനുള്ളിൽ തൂങ്ങി മരിച്ചു. ഗ്യാസ് പൊട്ടിത്തെറിച്ച വീട് പൂർണ്ണമായും തകർന്നു. ഗൃഹനാഥൻ പതിവായി മദ്യപിച്ചെത്തി വീട്ടിൽ നിത്യവും വഴക്കുണ്ടാക്കുന്ന ആളാണെന്ന് പോലീസും നാട്ടുകാരും പറഞ്ഞു. ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യുപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അഞ്ചൽ, കൊല്ലം, കേരള, ഇന്ത്യ. അഞ്ചൽ ഏരൂർ ചില്ലിംഗ് പ്ലാന്റ് മംഗലത്തറ വീട്ടിൽ 55 വയസ്സുള്ള വിനോദ് കുമാറാണ് തൂങ്ങി മരിച്ചത്. ഗ്യാസിന്റെ ദുർഗന്ധം വന്നതോടെ വീട്ടിലുണ്ടായിരുന്നവർ പുറത്തേക്ക് ഇറങ്ങിയ സമയം വിനോദ് കുമാർ വീടിനകത്തു നിന്നും കതകുകളുടെ കുറ്റിയിട്ട ശേഷമാണ് തീയിട്ടതും തൂങ്ങി മരിച്ചതും. എന്നും മരുന്നടിക്കപ്പം എന്നൊന്ന് പറയാനായിട്ട് വിഷുവിൻ്റെ അന്ന് മുതൽ തുടങ്ങിയതാണ്. എന്നിട്ട് മരുന്നടിക്കുക, വീട്ടിൽ വരിക, അമ്മ എടുത്തിട്ട് അടിക്കുക, ചീത്ത വിളിക്കുക, പിന്നെ വീട്ടിലെ സാധനങ്ങൾ നശിപ്പിക്കുക. അതാണ് മെയിൻ പ്രശ്നങ്ങൾ. പിന്നെ ഇന്നലെയെന്ന് വെച്ചാൽ നിൽക്കാൻ വയ്യാത്ത രീതിയിൽ മദ്യപിച്ചിട്ടാണ് വന്നത്. വന്നു കഴിഞ്ഞ് കുറേ നമ്മൾ ഒന്നിനും പോയിട്ടില്ല. നമ്മൾ 2 റൂമിലായിട്ട് ഞാനും അമ്മയും കൊച്ചും കയറി കിടന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞൊരു 10 മണിയാണെന്ന് തോന്നുന്നു. ആ 10 മണി ആയപ്പോഴത്തേനും ഡൈനിങ് ടേബിൾ പടാമെന്ന് പറഞ്ഞ് വീടിന് സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് റൂമിൽ നിന്ന് ഇറങ്ങി. എന്തോ സംഭവം എന്നറിയത്തില്ലല്ലോ, അമ്മയുടെ കൈയും കൂടെ ഒടിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഇറങ്ങിയപ്പോഴത്തേനും ഇതാ കാണുന്നുണ്ട്. അങ്ങനെ ഞാൻ ഉടനെ സ്റ്റേഷനിൽ വിളിച്ചു, കാര്യം ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേനും അവർ ദാ വരുന്നതെന്നാണ് പറഞ്ഞത്. ദാ വരുന്നതെന്ന് പറഞ്ഞിട്ട് 5 മിനിറ്റായിട്ട് പോലും അവരെ കണ്ടിട്ടില്ല. പിന്നെയും ഞാൻ വിളിച്ച് കൊച്ചിനെയും കൊണ്ട് ഞാൻ വെളിയിലിറങ്ങി. അപ്പോഴേ അമ്മയും വിളിച്ച് വെളിയിൽ ഇരുത്തി. അപ്പോഴത്തേന് കുറേ നേരം കഴിയുമ്പോൾ ഗ്യാസിൻ്റെ സ്മെല്ല് വരുന്നു. അങ്ങനെ ഞാൻ പോലീസിനെ പിന്നെയും വിളിച്ചു. ഞാൻ പറഞ്ഞു, ഇതുപോലെ ഗ്യാസ് തുറന്ന് വിട്ടത്, നിങ്ങളൊന്ന് വേഗം വരണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ അവർ വരുന്നത്. അവർ വന്നു കഴിഞ്ഞിട്ട് വരുന്നതിന് മുന്നേ കതവെല്ലാം ലോക്കായി കഴിഞ്ഞു. അപ്പോഴും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവർ വന്നിട്ട് വിനോദ് കതവ് തുറക്കുന്നാണ് പറഞ്ഞത്. എന്നിട്ട് കതവ് തുറന്നില്ല. ഈ റൂം നമുക്ക് കയറുന്ന റൂം, അവിടെ റൂമുണ്ട്. കയറി കഴിഞ്ഞിട്ട് ആ ജനലൊന്ന് പൊട്ടിയിരിക്കുക സാറേ. അപ്പോഴത്തേന് ആ ജനലിൽ കൂടെ ലാത്തി കയറ്റിയിട്ട് സാറുമാർ പറഞ്ഞു വിനോദെ കതവ് തുറക്കുന്നു പറഞ്ഞു. അച്ഛൻ അവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് കത്തുന്നില്ല സാറേ, കത്തുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇത്രയും പറഞ്ഞു, തീ കത്തിച്ചു, അതാണ് സംഭവം. പിന്നെ കുറേ ആൾക്കാർ എല്ലാവരും വന്നു. കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേന് പൊട്ടിത്തെറിച്ചു. അടുക്കളയിൽ ഇരുന്ന സിലിണ്ടറാണ് അവിടുന്ന് ഉരുട്ടി റൂമിനകത്ത് കൊണ്ടുവച്ചത്. അങ്ങനെയാണ് പൊട്ടിത്തെറിക്കുന്നത്. വിനോദ് കുമാർ മദ്യപിച്ച് നിരന്തരം വീട്ടിലെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നുവെന്ന് ബന്ധുക്കളും പറയുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെ മദ്യപിച്ച് വീട്ടിലെത്തി വിനോദ് കുമാർ വീട്ടു സാധനങ്ങൾ അടിച്ച് നശിപ്പിച്ചതിന് ശേഷം അടുക്കളയിലുണ്ടായിരുന്ന ഗ്യാസ് കുറ്റി മുറിയിലെടുത്ത് വെച്ച് തുറന്ന് വിട്ടാണ് തീയിട്ടത്. ഈ സമയം വിനോദ് കുമാർ എല്ലാ കതകുകളും അകത്തുനിന്നും കുറ്റിയിട്ടിരുന്നു. മരുമകൾ കൃഷ്ണ പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തി പോലീസ് വിനോദ് കുമാറിനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. വീടിന്റെ കതകുകൾ അകത്തുനിന്നും വിനോദ് കുമാർ പൂട്ടിയതുകൊണ്ട് പോലീസിന് അകത്തു കയറാൻ കഴിഞ്ഞില്ല. ഇത് കാരണം വലിയ അപകടം ഒഴിവായി. വിനോദ് കുമാറിന് ഭാഗികമായി പൊള്ളലേറ്റിട്ടുണ്ട്. ഏരൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് കേരളം, കൊല്ലം. ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കാലാവധി 1 വർഷം. വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ്. കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു. ആയതിനാൽ ഓപ്പറേറ്ററുമാകാം, ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറുമാകാം. യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം. പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ, ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും 24 വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു. താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി. ഫീസ് തവണകളായി അടയ്ക്കാം. പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുക. JCB, മൊബൈൽ ഹൈഡ്രാ ക്രെയിൻ, ഫോക്ക് ലിഫ്റ്റ് മാനുവൽ, ഫോക്ക് ലിഫ്റ്റ് ഓട്ടോമാറ്റിക്, ഫോക്ക് ലിഫ്റ്റ് ഇലക്ട്രിക്കൽ, ടെലസ്കോപ്പിക് ഹെവി ക്രെയിൻ, ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രെയിൻ, ബോബ്കാറ്റ്, ഷോവൽ, ഡോസർ, ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡർ, ടെലിഹാൻഡർ ബൂം ലോഡർ, ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ 14 എക്യുപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ്. അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു. ഇതിനൊപ്പം 4 വീലർ ഇല്ലാത്തവർക്ക് 4 വീലറും കൂടെ പഠിപ്പിക്കുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന 18 വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം. ഇന്നു തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യുപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അഞ്ചൽ, കൊല്ലം, കേരള, ഇന്ത്യ.